ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹമുള്ളവരെ, യെശയ്യായുടെ പുസ്തകത്തിന്റെ 41 അധ്യായത്തിന്റെ 9 തിരുവചനം, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഈ അടുത്ത ദിവസം അച്ഛൻ കണ്ട ഒരു സിനിമ ലൂക്ക എന്ന് പറയുന്ന മനോഹരമായ ഒരു ചിത്രം. ലൂക്കായുടെയും നിഹാരിയയുടെയും പ്രണയകഥ പറയുന്ന മനോഹരമായ ഒരു ചിത്രം. സാധാരണ ഒരു പയ്യനായി ജീവിച്ചുപോയ ലൂക്കായുടെ ജീവിതത്തിലേക്ക് നിഹാരിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കടന്നു വരുന്നതും പ്രണയത്തിലൂടെ, സ്നേഹത്തിലൂടെ അവന്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുന്ന ഒരു ചിത്രമാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും സ്നേഹം വല്ലാതെ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. എന്നാൽ പലപ്പോഴും ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ എന്നെയും നിങ്ങളെയും മറ്റുള്ളവർ സ്നേഹിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവരാണ് ഞാനും നിങ്ങളും. ചോദ്യം ഇതാണ്: ഇത്രമേൽ സ്നേഹിക്കപ്പെട്ടിട്ടും ആ സ്നേഹത്തെ തിരിച്ചറിയാതെ പോയ സാധാരണക്കാരായ മനുഷ്യരല്ലേ ഞാനും നിങ്ങളും? ഒരു ദൈവം നമ്മളെ ഇത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്ന് അനുദിന ജീവിതത്തിൽ അതിരാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നത് വരെ അത്ഭുതകരമായി കരങ്ങളിൽ ഒരു കർത്താവ് എന്നെയും നിങ്ങളെയും വഹിക്കുന്നില്ലേ? എന്നെയും നിങ്ങളെയും സ്നേഹിക്കാൻ ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ. അവൻ ഇന്ന് പ്രഭാതത്തിൽ വചനത്തിൽ എന്നെയും നിന്നെയും ഓർമ്മപ്പെടുത്തുന്നു. അവൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല.